ഹലോ. എത്ര നേരം കൊണ്ട് വിളിക്കുവാടി? നിനക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ എണീറ്റിട്ടില്ല ആകാശ്. എന്നും ഉണ്ടല്ലോ കുറെ റീസൺസ്. എഴുന്നേറ്റ ഉടനെ തന്നെ വിളിച്ചോണം. ഇതുവരെ എഴുന്നേക്കാറായില്ലയോ? പറ അമ്മ. അങ്ങനെയല്ല അമ്മ. അമ്മ അമ്മയോട് അച്ഛനെങ്ങനെ സ്നേഹം കാണിക്കാത്തോണ്ട് അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തെ. അച്ഛൻ്റെ ഫാമിലി ഫ്രണ്ടിന്റെ മോനാ, നല്ല ജോബ്, നല്ല ഇൻകം. ഇതുപോലത്തെ ചെക്കന് എനിക്കിനി വേറെ കിട്ടില്ല. മോളെ അവന് ദേഷ്യം ഉണ്ടെന്നേ ഉള്ളു. അവൻ വെറും പാവാ. ഞാനും വിചാരിച്ചു എന്തായാലും കല്യാണം കഴിക്കണം. എന്നാ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. That was the mistake I made. അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലയോ മോളെ. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അമ്മയ്ക്ക് എന്താ എന്റെ അവസ്ഥ മനസ്സിലാവാത്തെ? ആകാശിന്റെ സ്നേഹമൊന്നുമല്ല, ഒരുതരം പൊസസീവ്നെസ്സാ. അവൻ പറയുന്ന മാത്രം ഞാൻ കേൾക്കണം, ഞാൻ ചെയ്യണം എന്നൊക്കെ എന്തൊക്കെയോ കോംപ്ലക്സ് അവന്. പിന്നെ നമ്മള് പെണ്ണുങ്ങളല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടത്. ഞാനൊരു ഇൻഡിവിജ്വൽ അല്ലേ അമ്മ. അവന് ജോലിയുടെ പ്രഷറൊക്കെ ഉള്ളതല്ലേ മോളെ. നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അത് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. ഇത്ര നേരമായിട്ട് നിനക്ക് എന്നെ വിളിക്കാനുള്ള സമയം കിട്ടിയില്ലയോ? അതോ നീ മനഃപൂർവ്വം വിളിക്കാത്തയാണോ? നിനക്ക് ബാക്കിയുള്ളവന്മാരെല്ലാം വിളിക്കാനുള്ള ടൈം ഉണ്ടല്ലേ? പറയടി, നീ എന്താ എന്നെ പൊട്ടനാക്കുവാണോ? Akash, I'm working. Can we talk about this later? അഖില, ഈ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, എനിക്കില്ലേ? എന്നിട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് നിനക്ക് ടൈം തരുന്നില്ലേ? അതേപോലെ നിനക്കൂടെ കുറച്ച് ടൈം എനിക്ക് തന്നാലെന്താ? എടി, നിനക്കിതൊന്നും പറ്റത്തില്ലായിരുന്നേ നീ എന്തിനാ ഈ കല്യാണം എന്ന് പറഞ്ഞ പരിപാടിക്കുന്നേ? നീ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് എന്റെ ലൈഫ് കൂടി ഇട്ടി തൊലക്കുന്നേ? എടി, നിനക്ക് മറ്റേന് മാത്രമാണെങ്കിൽ മഴയുണ്ടോ? ഇവിടെ നല്ല മഴ. Akash, എനിക്ക് വയ്യ. Can we talk about this tomorrow? I'm just tired. അതിനിപ്പോ എന്താ? വാ, വീഡിയോ കോൾ ചെയ്യാം. ഒരു 5 മിനിറ്റ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ആകാശ്, എനിക്ക് വട്ടാണോ? ഞാനൊരു മനുഷ്യനല്ലേ. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നെ പറ്റി എപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പോകാൻ എനിക്ക് തോന്നുന്നേ. അഖില, നീ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചത്? Okay, I'm sorry. It's not that I don't care. It's just I just need some space. ഹോ, നിനക്ക് ആ സ്പേസ് ആയിരുന്നില്ല അല്ലേ?
എടി നിനക്ക് ഞാൻ വിളിക്കുമ്പോ മാത്രം നിനക്ക് തിരക്ക്, ക്ഷീണം, മറ്റത് മറിച്ചത്. എടി ഇത്ര ക്ഷീണിക്കാൻ നീ എന്തോ അവിടെ വേറെ എന്തെങ്കിലും പഠിക്കാന്നാ പോന്നെ? ആകാശ് പ്ലീസ്. എടി എനിക്ക് നിന്നെ പോലെ ഒരുത്തിയെ വേണ്ട. ഞാൻ നിന്റെ തന്തയോട് പറഞ്ഞോളാം. നീ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് എന്റെ ലൈഫ് കൂടി തോലിക്കുന്നത്? പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് നിന്നെ പോലെ ഒരുത്തിയെ വേണ്ട. ഹലോ, ഞാൻ 2 മാസം എടുത്തൊന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ. പിന്നെ ഇതെൻ്റെ ഒരു സ്ഥിരം സ്പോട്ടായിരുന്നു, ഇവിടുത്തെ കോഫി. അപ്പോൾ ഒരു ദിവസം ഒരു വല്ലാത്ത കോഫീൻ്റെ സ്മെൽ, എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് സ്മെൽ. ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു കോഫീൻ്റെ സ്മെൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം അത് ഫോളോ ചെയ്ത് വന്ന് കോഫി ലാബിന് മുന്നിൽ നോക്കുമ്പോൾ ദ ആർട്ടിസ്റ്റ് ഇസ് ബ്ലൂയിങ് ഹിസ് ആർട്ട്. നോക്കി കുറച്ചൊക്കെ നിന്നു, തന്നെയല്ല കോഫി ബീൻസ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ മിസ്റ്റർ ഹസ്ബൻഡ്. ഇനി പറ, തൻ്റെ സർപ്രൈസ് എന്താ? അല്ല വേണ്ട, താൻ ആദ്യം തൻ്റെ മൊമെന്റ് പറ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു മൂമെൻ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ താൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നോടൊപ്പം. ലൈക്ക് യു നെയിം, അഖിലം ഉലകിൽ. എടോ ഞാൻ സീരിയസ്ലി പറഞ്ഞാ. എന്താ പറയാ, ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ is the killer of progress. Contentment is better than riches. If you're really satisfied with what you're getting, you will not proceed further. Just like that, I just love to get stuck with the moment wherever you are. സർപ്രൈസ് വേണ്ടേ? പിന്നെ വേണം. ഒരു വിഷു പറയാൻ എന്തു പറയും? പറയട്ടെ, കോഫി റോസ്റ്റിംഗ്. Opposite. Today's the day. Welcome to the lab lady. The same smell got to Mela City roast. Yes!